മുഹമ്മദ് സിറാജ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിജയഗാഥകളിലൊന്നായാണ് ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് സിറാജിന്റെ ജീവിതം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഹൈദരാബാദിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകനായി ജനിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ഇന്ത്യൻ ദേശീയ ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ സിറാജിന്റെ യാത്ര ഏതൊരാൾക്കും പ്രചോദനമാണ്. 1994 മാർച്ച് 13 തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് മുഹമ്മദ് സിറാജ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് മിർസ മുഹമ്മദ് ഗൗസ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു. അമ്മ ഷബാന ബിഗം വീട്ടമ്മയും. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു കുടുംബമായിരുന്നു സിറാജിൻ്റേത്. പലപ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിരുന്ന ആ കാലഘട്ടത്തിൽ മകന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് വേണ്ടി പിതാവ് ഓട്ടോ ഓടിച്ച് സമ്പാദിച്ച പണം ചെലവഴിച്ചു. ദാരിദ്ര്യം കാരണം പഠനത്തിൽ കാര്യമായ ശ്രദ്ധ കൊടുത്താൻ സിറാജിന് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. തുടക്കത്തിൽ ടെന്നീസ് ബോളിൽ ക്രിക്കറ്റ് കളിച്ചാണ് സിറാജ് തന്റെ കഴിവുകൾ വികസിപ്പിച്ചത്. 16-ാം വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി ക്രിക്കറ്റ് ബൗൾ ചെയ്യാൻ തുടങ്ങുന്നത്. 19-ാം വയസ്സിലാണ് അദ്ദേഹം ക്ലബ് ക്രിക്കറ്റിൽ സജീവമാകുന്നത്. തന്റെ അമ്മാവന്റെ ടീമിന് വേണ്ടി കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ 9 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് സിറാജ് തന്റെ വരവറിയിച്ചു. സിറാജിന്റെ കരിയറിലെ വഴിത്തിരിവ് ആഭ്യന്തര ക്രിക്കറ്റിലൂടെയായിരുന്നു. 2015-16 സീസണിൽ ഹൈദരാബാദിന് വേണ്ടി കളിച്ച് രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചുവെങ്കിലും അടുത്ത സീസണിലാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. ആ സീസണിൽ 9 മത്സരങ്ങളിൽ നിന്ന് 41 വിക്കറ്റുകൾ നേടിയ അദ്ദേഹം ഹൈദരാബാദിന്റെ മുൻനിര വിക്കറ്റ് വേട്ടക്കാരനായി. ഈ മികച്ച പ്രകടനം അദ്ദേഹത്തിന് IPL ടീമുകളുടെ ശ്രദ്ധ നേടിക്കൊടുത്തു. തുടർന്ന് 2017-18 വിജയ് ഹസാരെ ട്രോഫിയിലും സിറാജ് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. 7 മത്സരങ്ങളിൽ നിന്ന് 23 വിക്കറ്റുകൾ വീഴ്ത്തി അദ്ദേഹം ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ബൗളറായി മാറി. ആഭ്യന്തര ക്രിക്കറ്റിലെ ഈ സ്ഥിരതയാർന്ന പ്രകടനങ്ങളാണ് സിറാജിന് ദേശീയ തലത്തിലും IPL വേദിയിലും അവസരമൊരുക്കിയത്. IPL കരിയറിലെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികവ് ലഭിച്ച അംഗീകാരമായിരുന്നു 2017 സൺറൈസേഴ്സ് ഹൈദരാബാദ് 2.6 കോടി രൂപയ്ക്ക് സിറാജിനെ സ്വന്തമാക്കിയത്. അതൊരു സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. IPL മികച്ച പ്രകടനങ്ങൾക്ക് ശേഷം 2018 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിലേക്ക് അദ്ദേഹം മാറി. RCBയിൽ വിരാട് കോഹ്ലിയുടെ കീഴിൽ കളിക്കാനുള്ള അവസരം സിറാജിന് ലഭിച്ചു. അത് അദ്ദേഹത്തിന്റെ കരിയറിന് വലിയ ഉത്തേജനമായി. IPLൽ അദ്ദേഹം ശ്രദ്ധേയമായ പല നേട്ടങ്ങളും സ്വന്തമാക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള അരങ്ങേറ്റം ആഭ്യന്തര IPL പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2017 ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് സിറാജ് തിരഞ്ഞെടുക്കപ്പെട്ടു. 2017 നവംബർ 4 രാജ്കോട്ടിൽ വെച്ച് അദ്ദേഹം തന്റെ T20 അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് 2019 ജനുവരി 15 ഓസ്ട്രേലിയക്കെതിരെ അഡ്ലെയ്ഡിൽ വെച്ച് ഏകദിനത്തിലും അരങ്ങേറ്റം കുറിച്ചു. എന്നാൽ സിറാജിന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ അരങ്ങേറ്റം 2020 ഡിസംബർ 26 ഓസ്ട്രേലിയക്കെതിരെ ബോക്സിംഗ് ഡേ ടെസ്റ്റിലായിരുന്നു. ആ പരമ്പരയിൽ ഇന്ത്യൻ ടീം നേരിട്ട പ്രതിസന്ധികൾക്കിടയിൽ സിറാജ് തന്റെ അച്ഛന്റെ മരണവാർത്തയുടെ ദുഃഖം ഉള്ളിലൊതുക്കി രാജ്യത്തിന് വേണ്ടി കളിക്കാൻ ഓസ്ട്രേലിയയിൽ തുടർന്നു. ആ പരമ്പരയിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് വേട്ടക്കാരനായി മാറുകയും യുവ ഇന്ത്യൻ ടീം ചരിത്രപരമായ വിജയം നേടുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്തു. പ്രകടനത്തിലെ സ്ഥിരതയും ലോക റെക്കോർഡുകളും മുഹമ്മദ് സിറാജ് ഇന്ന് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളാണെന്ന് തെളിയിച്ചു. ടെസ്റ്റ്, ഏകദിന, T20 എന്നീ 3 ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ പേസ് ആക്രമണത്തിന് മുൻനിരയിലുണ്ട് അദ്ദേഹം. കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, പിച്ചിന്റെ സ്വഭാവം നോക്കാതെ സ്വിംഗ് കണ്ടെത്താനുള്ള ശേഷി എന്നിവ സിറാജിനെ അപകടകാരിയാക്കുന്നു. ഏകദിന ക്രിക്കറ്റിലാണ് സിറാജ് സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 2023 ICCയുടെ ഏകദിന ബൗളർമാരുടെ റാങ്കിങ്ങിൽ അദ്ദേഹം 1-ാം സ്ഥാനത്തെത്തി. 2023 ഏഷ്യ കപ്പ് ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ നേടിയ 6 വിക്കറ്റ് നേട്ടം സിറാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ്. 7 ഓവറിൽ വെറും 21 റൺസ് വഴങ്ങി 6 വിക്കറ്റുകൾ നേടിയ അദ്ദേഹം ഇന്ത്യയുടെ കിരീട നേട്ടത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 5 വിക്കറ്റുകൾ നേടുന്ന താരമെന്ന ശ്രീലങ്കൻ താരം ചമിന്ത വാസിന്റെ റെക്കോർഡിനൊപ്പം എത്താനും സിറാജിന് കഴിഞ്ഞു. ഒരു റൈറ്റ് ആൻഡ് മീഡിയം ഫാസ്റ്റ് ബൗളറാണ് മുഹമ്മദ് സിറാജ്. പന്തിനെ ഇരുവശത്തേക്കും സ്വിംഗ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് ഏറ്റവും വലിയ പ്രത്യേകത. പവർ പ്ലേ ഓവറുകളിൽ വിക്കറ്റുകൾ നേടുന്നതിനും ഡെത്ത് ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കുന്നതിനും അദ്ദേഹം അതീവ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്.
കളിക്കളത്തിൽ വളരെ ഊർജ്ജസ്വലനായ ഒരു താരമാണ് സിറാജ്. ഓരോ വിക്കറ്റ് നേട്ടത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആഘോഷ പ്രകടനങ്ങൾ ആരാധകർക്കും പ്രിയങ്കരമാണ്. വൈകാരികമായി കളിയോട് പ്രതികരിക്കുന്ന താരം ടീമിനായി എപ്പോഴും 100% പ്രയത്നം നൽകാൻ സന്നദ്ധനാണ്. സിറാജിന്റെ നേട്ടങ്ങൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ICC ഏകദിന റാങ്കിങ്ങിൽ ലോകത്തിലെ 1-ാം നമ്പർ ഏകദിന ബൗളർ പദവി അദ്ദേഹത്തിന് ലഭിച്ചു. ടെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യ ചരിത്ര വിജയം നേടിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മികച്ച പ്രകടനവും കാഴ്ചവെച്ചു. 2017-18 സീസണിൽ മുൻനിര വിക്കറ്റ് വേട്ടക്കാരനായി. മുഹമ്മദ് സിറാജിന്റെ ജീവിതം സ്വപ്നങ്ങളെ പിന്തുടരുന്ന ഏതൊരാൾക്കും ഒരു പാഠപുസ്തകമാണ്. കഠിനാധ്വാനം, പ്രതിബദ്ധത, പ്രതികൂല സാഹചര്യങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് എന്നിവയുടെ മൂർത്തിഭാവമാണ് അദ്ദേഹം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവി പേസ് ബൗളിംഗ് ആക്രമണത്തിൽ സിറാജ് പ്രധാന ശക്തിയായി തുടരുകയും ലോകമെമ്പാടുമുള്ള യുവ ക്രിക്കറ്റ് താരങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്യും എന്നതിലും സംശയമില്ല.